ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആരണ്യപർവം തുടരുന്നു. നളോപാഖ്യാനം. തൽക്കാലേ യുധിഷ്ഠിരൻ ഭൂപ്രദക്ഷിണം ചെയ്തു ചൊൽക്കണ്ട തീർത്ഥങ്ങളുമാടി വാഴുന്ന കാലം ധർമ്മജൻ തന്നെ വന്നു കണ്ടിതു ബൃഹദശ്വൻ. ധർമ്മജൻ ദുഃഖങ്ങളും മാമുനിയോട് ചൊന്നാൻ. അമ്മുനി വരൻ താനും ദുഃഖത്തെ കളവാനായി ധർമ്മജനോടു നളോപാഖ്യാനം അറിയിച്ചാൻ. ദുഃഖങ്ങളിതിൽ പരമുണ്ടായി പണ്ടു നളനൊക്കവേ കേൾക്ക നീയും ദുഃഖങ്ങളകലുവാൻ. ചൊൽക്കൊണ്ട വിദർഭ ഭൂപാലനന്ദനയായ മൈക്കണ്ണാ കുലമൗലി ദമയന്തിയുമായി സ്വർഗസംഹിതമായ നിഷധ വിഷയവും മുഖ്യഭോഗേന പരിപാലിച്ചു വാഴും കാലം. പുഷ്കരനോടു ചൂതു തോറ്റുപോയി വനം ബുക്കാൻ ഉൾക്കാമ്പു ഭ്രമിച്ചിതു കലിതന്നാവേശത്താൽ. പുഷ്കര വിലോചനയാകിയ ദമയന്തി ദുഃഖിച്ചു പിൻപേ ചെന്നു വസ്ത്രവും കൊടുത്തപ്പോൾ. രാത്രിയിലൊരു പെരുവഴി അമ്പലം തന്നിൽ പാർത്ഥിവൻ പത്നിയുമായി വസിച്ചിടുന്ന നേരം ഭർത്താവാം നളനൃപോത്സംഗസീമനി കനിഞ്ഞുത്തമാംഗവും ചേർത്തു നിദ്രയും പൂണ്ടാളവൾ. ചിത്രവിഭ്രമം കൊണ്ടു മത്തനാം നൃപോത്തമൻ നിദ്രാണയായിടുന്ന ഭദ്രയാം ഭാര്യ തന്നെ രാത്രിയിലുപേക്ഷിച്ചു പിന്നെയും പോയാനവൻ. ആർത്തയായവൾ കരഞ്ഞുഴന്നു നടക്കുമ്പോൾ ഭക്ഷിപ്പാനടുത്തൊരു പെരുമ്പാമ്പിനെ കൊന്നു രക്ഷിച്ചാൻ. അപ്പോളൊരു കാട്ടാളൻ ദൈവവശാൽ എന്നോടുകൂടി സുഖിച്ചിവിടെ ഇരിക്കെന്നാൽ നിന്നെ ഞാൻ ഭരിച്ചുകൊണ്ടിടുവനെന്നും ചൊല്ലി മന്മഥവിവശനായി അടുത്തു കാട്ടാളനും. നിർമ്മലാംഗിയും ശപിച്ചവനെ കൊന്നിടിനാൾ. പാന്ധന്മാരോടുകൂടി ചേതിരാജ്യത്തിൽ ചെന്നു താന്തയായി മാതാമഹി അരികെ വാണിടിനാൾ. ബുദ്ധി നേരല്ലായ്കയാൽ ഭക്തിയെ ഉപേക്ഷിച്ചു പൃഥ്വിപാലകൻ മഹാരണ്യാന്തേ പോകുന്നേരം. കാട്ടുതീ പിടിപെട്ടു നാലു ദിക്കിലും മഹൽ. കാട്ടുതീ പിടിപെട്ടു നാലു ദിക്കിലും മഹൽ. കാഷ്ടമുണ്ടതിൻ മധ്യേ നിൽക്കുന്നതു തന്മേൽ ഇരുന്നു കാർകോടകൻ കരയുന്നതു കേട്ടു പരന്നോരഗ്നിയുടെ നടുവേ ചെന്നു നളൻ. എടുത്തു കാർകോടകൻ തന്നെയും കൊണ്ടുപോന്നാൻ. കൊടുത്താനൊരു ദിവ്യവസ്ത്രവും അതു നൃപൻ ഉടുത്ത നേരം നേരായി വന്നിതു ബുദ്ധിയുമൊട്ടടുത്തു മേവും അയോധ്യാപുരം ബുക്കു നളൻ. ഋതുപർണനും നളൻ തന്നുടെ ഗുണം കണ്ടു പഥികജനങ്ങൾക്കു ഭോജനം കൊടുപ്പാനായി പാചകനാക്കി വച്ചുകൊണ്ടിതു സന്തോഷിച്ചു രാജാവെന്നൊരുവരും അറിഞ്ഞീലതുകാലം. ശക്രനും വരുണനും അഗ്നിയും കുബേരനും ഉൾക്കാമ്പു തെളിഞ്ഞു നൽകിയിടിന വരങ്ങളാൽ അരിയും തീയുമപ്പും വിറകും കൂടാതെയും വിരവിൽ വേണ്ടുവോളം ചോറവനുണ്ടാക്കിയിടും. അതുകണ്ട് അത്യത്ഭുതം പൂണ്ടിതു മഹാജനം. പൃഥിവീശ്വരനായ വിദർഭൻ അതുകാലം അയച്ചു ചാരന്മാരെ രാജ്യങ്ങൾ തോറുമപ്പോൾ. നിയുക്തന്മാരായോരു ചാരന്മാരന്വേഷിച്ചാൻ. നളനുണ്ടയോധ്യയിലെന്നറിഞ്ഞവർകളും തെളിവോടുളറിച്ചെന്നവസ്ഥ അറിയിച്ചാർ. വിദർഭൻ ചേതിരാജ്യസ്ഥിതയാ മകൾ തന്നെ വിധിത്വ കൂട്ടിക്കൊണ്ടുപോയിതു സമ്മോദത്താൽ. തന്നുട മകളായ ദമയന്തിക്കു നൃപൻ
പിന്നെയും മുതിർത്തിതു കല്യാണം മുന്നെപ്പോലെ. ഉണ്ടുപോലിന്നും ദമയന്തിക്കു സ്വയംവരം, രണ്ടാമതതിനൊക്കെ ചെന്നിതു ഭൂപാലന്മാർ. പോകേണമതിനെന്നു കോപ്പിട്ടാൻ ഋതുപർണൻ, തേർകടാടുവിൻ ഞാനെന്നിതു നളന്താനും. അന്ന് അശ്വഹൃദയമന്ത്രം പ്രയോഗിച്ചാൻ മന്നൻ, മന്നനും അക്ഷഹൃദയമന്ത്രം പ്രയോഗിച്ചാൻ. അശ്വത്തിൻ വേഗം പൂണ്ട തേരിതിരിക്കുമ്പോൾ, അശ്വത്ഥപത്രമിത്രയുണ്ടെന്നാൻ ഋതുപർണൻ. അന്യോന്യം പഠിച്ചപ്പോൾ നളനും കലിവേറായി, മന്നവൻ വിദർഭരാജ്യത്തിനു ചെന്ന നേരം. സുന്ദരിയായ ദമയന്തിയും നളനുമായി മന്ദിരം പൊക്കു രാജ്യം പാലിച്ചു വഴി പോലെ. പുഷ്കരനെയും പിന്നെ നിഗ്രഹിച്ചു വീതലം, ഒക്കെയും അടക്കി വാണിടിനാൻ ചിരകാലം. ദുഃഖങ്ങൾ പണ്ടുമുള്ളോർക്കുണ്ടായിട്ടുണ്ടു മന്ന, ദുഃഖിക്ക വേണ്ട മേലിൽ നല്ലതു വന്നുകൂടും. ധർമ്മജൻ തനിക്കക്ഷഹൃദയം പഠിപ്പിച്ചിട്ടമ്മുനി മറഞ്ഞപ്പോൾ, നാരദൻ എഴുന്നള്ളി തീർത്ഥത്തിൻ മഹിമകളൊട്ടൊഴിയാതെയൊക്കെ തീർത്തരുൾ ചെയ്തു മുനി. നാരദൻ മറഞ്ഞപ്പോൾ പാർത്ഥിവൻ ധൗമ്യനോടു പിന്നെയും ചോദിക്കയാൽ, തീർത്ഥമാഹാത്മ്യം അരുൾ ചെയ്തിതു ധൗമ്യൻ താനും. രോമശൻ എഴുന്നള്ളി പാർത്ഥന്റെ വിശേഷങ്ങൾ ആമോദം വരുമാറു ധർമ്മജനോടു ചൊന്നാൻ. ദേവേന്ദ്ര നിയോഗവും അറിയിച്ചവരുമായി പോയിതു തീർത്ഥസ്നാനം ചെയ്വനെന്നൊരുമ്പെട്ടാർ. പോയിതു പാണ്ഡവരും രോമശനോടും കൂടി പോയിതു ദുരിതങ്ങൾ മായാമോഹവും തീർന്നു. ഗംഗയും സരസ്വതി യമുന കുരുക്ഷേത്രം, സംഘനാശനമായ പുഷ്കരം പ്രഭാസവും. ആടിനാരവിടന്നു കണ്ടിതു കൃഷ്ണൻ തന്നെ, കേടുകൾ തീരുമെന്നു മാധവൻ അരുൾ ചെയ്തു. പോയിതങ്ങവിടന്നു രോമശനോടും കൂടി മായവേറിട്ടമ്മുനി പറഞ്ഞു പുരാണങ്ങൾ. നരനാരായണന്മാരാലയമായിട്ടുള്ള പെരിയ ബദര്യാഖ്യമാശ്രമം നഖം പൊക്കാൻ കണ്ടിതു ഘടോൽക്കജൻ തന്നെയും. അവിടെ നിന്നുണ്ടായി സന്തോഷവും അവർകൾക്കതു നേരം. കല്യാണ സൗഗന്ധികം. മന്ദമായി പണ്ടു കേട്ടിട്ടില്ലാത്ത ഗന്ധത്തോടും വന്നാലങ്ങൊരു വായു ഭീമനോടതു നേരം. സുന്ദരി പാഞ്ചാലിയും ചൊല്ലിനാളൊരു പുഷ്പം തന്നെ പരിമളമായതും അതിന് നീ എന്നുടെ ഭർത്താവായുള്ളോവേ ഗന്ധവാഹജ ചെന്നുകൊണ്ടെന്നു മമ നൽകേണം എന്ന നേരം. ഭീമനും ഗതയുമായി നടന്നു ഹനുമാനും പ്രേമമുൾക്കൊണ്ടു മുതുവാനരവേഷം പൂണ്ടു. മാർഗവും മുട്ടിച്ചവനിരിക്കും നേരം ഭീമൻ മാർഗം നൽകനിക്കങ്ങു നീങ്ങുകന്നുര ചെയ്തു. നീങ്ങുവാനരുതേതും ഗതയാൽ നീക്കിക്കള, വാങ്ങി നിന്നാശു ചാടിക്കടന്നീടല്ലായിൽ. നീക്കുവാൻ ഭാവിച്ചിട്ടു നീങ്ങാഞ്ഞോരനന്തരം, നോക്കിയാൽ കടക്കയും അരുതു നിരൂപിച്ചാൽ. ഇക്കുലം തന്നിലുള്ളൊരഗ്രജൻ എനിക്കുണ്ടു, മർക്കടവൃദ്ധൻ തൻ്റെ വാലൊടും മുന്നേടത്തു കൂടെ പോയിടാമെന്നിട്ടേറിയ വഴി ചെന്നു. കൂടവാൾ നീണ്ടുകൊണ്ടിട്ടൊടുങ്ങിക്കൂടായികയാൽ സന്ദേഹം മനക്കാമ്പിലുണ്ടായിട്ടവൻ ചെന്നു വന്ദിച്ചു. ഹനുമാനും അവനോടരുൾ ചെയ്താൽ, ചെന്നു നീ സൗഗന്ധികം പറിച്ചു കൊണ്ടുപോന്നാൽ നിന്നെ കൊന്നീടുമതു കാക്കുന്ന നിശാചരൻ എന്നതിനുപദേശം ചൊല്ലുവാനിരുന്നു ഞാൻ. ചൊന്നവണ്ണം നീ ചെന്നു കൊണ്ടുപോന്നാലും ഇനി എന്നവനയച്ചപ്പോൾ വന്ദിച്ചു ഭക്തിയോടെ നിന്നിതഞ്ജനാസുതൻ മുന്നിലാം മാറുതതാ.
വാരിധി ചാടിയോരു നേരത്തെ രൂപം കാൺമാൻ മാരുതി കാമിച്ചതു നേരത്തു വായുപുത്രൻ കണ്ടാലുമെന്നു നിന്നതു നേരം ഭീമൻ കണ്ടു പേടിച്ചു കൂപ്പി സ്തുതിച്ചു നിന്ന നേരം പേടിക്ക വേണ്ടായതും എന്നനുഗ്രഹം ചെയ്തു ഗാഠപ്രേമത്തോടയച്ചിടിനാൻ കവിവീരൻ ഉന്നതനായ ഭീമസേനനും സൗഗന്ധികം മന്ദമെന്നിയെ ചെന്നു പറിച്ചിടുന്ന നേരം എതിർത്ത രാക്ഷസരെ കൊന്നിതു ഭീമസേനൻ എതിർത്തു ഗന്ധർവന്മാരസംഖ്യം പടയോടും അവരെയൊരു ജാതി ജയിച്ചു കൊണ്ടുപോന്നാൻ അവനെ കാണാഞ്ഞിട്ടു ശോകിച്ചു യുധിഷ്ഠിരൻ ഒട്ടേടം ചെല്ലുന്നപ്പോൾ കണ്ടവനോടുകൂടെ പെട്ടെന്നു പോന്നു വന്നിങ്ങാശ്രമം പുക്ക ശേഷം ഇന്ദ്രമന്ദിരം പുക്കോരിന്ദ്രനന്ദനൻ താനും ഇന്ദ്രാദിദേവകളോടസ്ത്രവും പഠിച്ചുടൻ ഇന്ദ്രവൈരികളെയും നിഗ്രഹിച്ചിവിടെ നിന്നിന്ദ്ര സോദരനെയും മുൾക്കാമ്പിൽ ചേർത്തു നന്നായി അയ്യാണ്ടു ചെന്ന ശേഷം ധർമ്മജൻ തന്റെ കാൽക്കൽ പൂരിച്ച കോപത്തോടും അഗസ്ത്യൻ ശപിക്കയാൽ പലനാൾ കാട്ടിൽ കിടന്നിടിനാൻ നഹുഷനും ബലവാൻ മാരുതിയെ ചുറ്റിനാൻ ശാപം തീർപ്പാൻ ധർമ്മജന്മാവുതാനും നഹുഷ നൃപേന്ദ്രനും ധർമാധർമ്മങ്ങൾ തമ്മിൽ പറഞ്ഞോരനന്തരം മോക്ഷം വന്നിതു നഹുഷാഖ്യനാം നൃപേന്ദ്രനും സാക്ഷാൽ ശ്രീനാരായണൻ ഗോവിന്ദൻ തിരുവടി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം